മമ്മൂക്കയുടെ പടത്തിനാണോ ലാലേട്ടൻ്റെ പടത്തിലാണോ തിയേറ്ററിൽ ഭയങ്കര ഓളം ഉള്ളത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടതിൽ വെച്ചാണ് ഇവരുടെ രണ്ടുപേരുടെ പടത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയിട്ടുള്ളത് ആരുടെ സിനിമയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്കിവിടെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം ഏതാണ് ഭയങ്കര എൻ്റർടൈൻ ചെയ്ത് അടിച്ച് പൊളിച്ച് കണ്ട പടം ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോഹൻലാലിനാണോ മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ സ്വീകാര്യത കിട്ടിയിട്ട് തോന്നിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തി നല്ല ആഘോഷമാക്കുന്നത് മോഹൻലാലിനാണോ മമ്മൂട്ടിക്കാണോ? ഒരുവിധം രണ്ടും ഉണ്ട്. നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്തതില് മോഹൻലാലാന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്തതില് എവിടെയോ അതേ സിനിമയാണ് നിങ്ങൾ? സിനിമ ഓർക്കുന്നില്ല. ഫാൻസ് ഭയങ്കര ക്രൈസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മോഹൻലാലിനാണോ? എനിക്ക് എന്റെ നാട്ടിലത്തെ കാര്യം അറിയുള്ളൂ. മോഹൻലാലിനെ തോന്നിയിട്ടില്ല. മോഹൻലാലിനാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് അത്? എന്റെ നാട് ഇവിടെയല്ല. എവിടെയാ? ഇരിഞ്ഞാലക്കുട ഭാഗത്താണ്. ഇരിഞ്ഞാലക്കുട. അവിടെ മോഹൻലാലിനാണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി സ്വീകാര്യത ഉള്ളത് തോന്നിയിട്ടുള്ളത്. ഏതൊരു സിനിമ പറയാൻ പറ്റും മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അവിടെ ആഘോഷിച്ചേ? പുലിമുരുകനൊക്കെ നല്ലോണം പുലിമുരുകനൊക്കെ നല്ല അവിടെ ഇതാണ്. മമ്മൂക്കൊക്കെ അത്ര ഓളമില്ല അവിടെ. അതൊരു ഭാഗത്തിനനുസരിച്ചാണ്. ഭാഗത്തിനനുസരിച്ചാണ്. മൊത്തം കേരളം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതങ്ങനെ ഒരു സർവേ നടത്താത്തതുകൊണ്ട് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഭാഗത്ത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ മമ്മൂട്ടിക്ക് സ്വീകാര്യതയുണ്ട്. ഇവിടെ എന്താണ് തോന്നിയിട്ടുള്ളത്? മോഹൻലാലിന് തോന്നിയിട്ടുള്ളത് അല്ല, ആദ്യം ലാലേട്ടന്റെ ഫിലിംസ് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര ഓളം ഒക്കെ ഉണ്ടാവും. നമുക്ക് സൈലന്റ് ആയിട്ട് ഇറങ്ങിയാലും പിന്നെയാണ് ഓളം വരാ. മമ്മൂട്ടിയുടെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഓളം കണ്ട ഒരു സിനിമ ഏതാണ്? ക്രൗഡ് സപ്പോർട്ട് ഭീഷ്മ ഇറങ്ങിയപ്പോ ഭയങ്കര ക്രൗഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പുള്ളിങ് ഉള്ളത് മമ്മൂക്കയൊക്കെയാണോ? ലാലേട്ടന്റെ മൂവീസ് ഫാമിലി ഓഡിയൻസ് കുറെ ലാലേട്ടന്റെ മൂവീസിന് വരുന്നു തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ എനിക്ക് രണ്ടുപേരുടെ ഒരു, കാരണം ഞാൻ ലാലേട്ടൻ ഫാനൊക്കെയാണ്, പക്ഷേ മമ്മൂക്ക ഇഷ്ടമല്ലെന്നല്ല, രണ്ടുപേരും ഞാൻ ഒരേപോലെ കാണുന്നത്. കുറച്ച് ഓളം വരുന്നത് ലാലേട്ടൻ്റെ പഴയ പടങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. മമ്മൂക്കയെ മോശം എന്നല്ല പറഞ്ഞ ആണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഇച്ചിരി ഇതുള്ളത് ലാലേട്ടനോടാണ്. ലാലേട്ടൻ്റെ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കണ്ട പടം ഏതാണ്? അടിച്ചു പൊളിച്ച് കണ്ട പടം അതിനുശേഷം ഒത്തിരി പടങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൂസിഫറാണ്. എനിക്കിപ്പോ ഒത്തിരി പടങ്ങൾ, എനിക്ക് പേരുകളൊന്നും വരുന്നില്ല. പുലിമുരുകനുണ്ട്. അതിനെക്കാട്ടി പണ്ടത്തെ പടങ്ങൾ മറ്റേ നരസിംഹ മാസാണെങ്കിൽ മറ്റേ രാവണപ്രഭു, ദേവാസുര അങ്ങനത്തെ പടങ്ങളൊക്കെ വരും. അല്ലാതുണ്ടാണെങ്കിൽ ഇഷ്ടംപോലെ പടങ്ങൾ ഇപ്പോൾ പുലിമുരുകനാണെങ്കിലും പിന്നെ പുതിയ പടങ്ങളൊക്കെ വന്നിട്ട് ലാലേട്ടൻ, അതൊക്കെ നല്ല അടിപൊളി പടങ്ങളാണ്. മമ്മൂക്കയുടെ പടം നല്ലതാണെങ്കിലും തിയേറ്ററിൽ അത്ര സ്വീകാര്യത ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. മമ്മൂക്ക ഇപ്പോഴും ഏജിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും അഭിനയിക്കുന്നത്, നല്ല രീതിക്ക് അഭിനയിക്കുന്നത്. എന്നാലും അത്യാവശ്യം ആൾക്കാർ ക്രൗഡ് ഫുള്ളാകാത്തോലോ അല്ലെങ്കിൽ ഭയങ്കര കളക്ഷൻ ഒന്നും കയറാത്തോലോ തോന്നിയിട്ടുണ്ടോ? എത്ര നല്ല പോസിറ്റീവ് കിട്ടിയാലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂക്കയുടെ കുറവല്ലേ ലാലേട്ടനും മമ്മൂക്കയ്ക്കൊക്കെ? ആരുടെ ആണെങ്കിലും പടം എന്തായാലും എല്ലാവരും മമ്മൂക്കയുടെ കണ്ടത് മറ്റേ ഗസ്റ്റ് റോളായിട്ട് വന്നത് ഹോസ്റ്റലർ, അത് മാത്രമേ കണ്ടുള്ളൂ. അതിന് ശേഷം മമ്മൂക്കയുടെ പടമൊന്നും കണ്ടില്ല. ഇപ്പൊ മോഹൻലാലിന്റെ പുതിയ പടങ്ങളാണെങ്കിലും ബാറൂസ് ഒക്കെ വരാൻ പോകുന്നത്, നല്ല പടങ്ങളൊക്കെ വരാൻ കിടക്കുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, സിനിമയുടെ കഥേനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ആർക്കാ സ്വീകാര്യത കൂടുതലെന്ന് ചോദിച്ചാൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പടങ്ങൾ മമ്മൂട്ടിയുടെ പടങ്ങളാണ് കുറെ കൂടെ സക്സസ് ആയി കാണുന്നത്. ബട്ട് സ്റ്റിൽ മോഹൻലാൽ എന്ന് പറയുന്നത് എന്നും എല്ലാവർക്കും ഒരു ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ദേവദൂതൻ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആ സിനിമ കാണുമ്പോഴും ലാലേട്ടനാണ്. അപ്പം രണ്ടുപേർക്ക് സ്വീകാര്യത ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കണം. അത് നമ്മൾ തിയേറ്ററിൽ അപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. എനിക്കിപ്പോ മമ്മൂട്ടിയുടെ പടങ്ങളോട് താല്പര്യം. മമ്മൂക്കയുടെ പടത്തില് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടായി നിങ്ങൾ ആഘോഷിച്ചിരുന്ന് കണ്ട പടം ഏതാണ്? അങ്ങനെ ചോദിച്ചാ ഭയങ്കര തിയേറ്ററിൽ നല്ല മറ്റേ പേപ്പറൊക്കെ വാരി ഇറങ്ങി ഭയങ്കര ത്രില്ലോടെ കണ്ടത്. നമ്മള് എന്നാ പറയാ, നമ്മളത്ര ഫാൻ ഒന്നുമല്ല. നമ്മള് എന്നാലും പടമൊക്കെ ഇറങ്ങി അത്യാവശ്യം ഹിറ്റായി എന്നുള്ള അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളങ്ങനെ പോകാറില്ല. നമ്മള് പേപ്പർ വാരി അറിയില്ല. ബ്രോ ചെയ്യണമെന്നല്ല, തിയേറ്ററിൽ ചെന്നിട്ട് കൊള്ള അടിപൊളിയായിട്ട് തോന്നിയേക്കുന്ന സംഭവം മമ്മൂക്കയുടെ പടം ഏതാ? മമ്മൂട്ടിയുടെ എല്ലാ പടം അത്യാവശ്യം നല്ല പടങ്ങളാണ്. ഇപ്പോ ഭീഷ്മയാണോ?
ഭീഷ്മയൊക്കെ വേറെ ലെവലിൽ നിൽക്കണ പടങ്ങളാണ്. ഭീഷ്മ ഭീഷ്മയില് അങ്ങനെ അങ്ങനെയായിരുന്നു. ലാലേട്ടനായിരിക്കും ഒരു പടങ്ങളായിരിക്കും കൂടുതൽ. ആയിരിക്കും. എന്താ അങ്ങനെ തോന്നാൻ? അങ്ങനെ തോന്നാനില്ല, ഞാനിപ്പം ബസ്സിൽ അങ്ങനെ ഒരു ഫാൻ അല്ല, പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ നിങ്ങൾ കണ്ടതിൽ വെച്ച് ലാലേട്ടൻ്റെ ഒരുപാട് ഓളം തള്ളി കണ്ട സിനിമ ഏതാണ്? ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഞാൻ പോയ സമയത്ത് ദൃശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഒരു ഓളം തന്നെയായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ഞാൻ കണ്ടത് വെച്ച് ദി ബെസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. ദൃശ്യമായിരുന്നു. എനിക്കൊന്ന് പുലിമുരുകൻ ആയിരിക്കും. പുലിമുരുകൻ 4 ആഴ്ച വരെ ഭയങ്കര ആണ് അത് ഭയങ്കര ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അതിന്റെ എനിക്കൊന്ന് രണ്ടാമത്തെ വീക്കിലൊക്കെ ആയിരുന്നപ്പോൾ പോയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മുടെ മമ്മൂക്കയുടെ പടത്തിന് ഭയങ്കര പോസിറ്റീവ് കിട്ടിയാലും തിയേറ്ററിൽ ആൾക്കാർ അധികം സപ്പോർട്ട് ചെയ്യാത്തല്ലോ തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന പുള്ളി ചെയ്തിരിക്കുന്ന വർക്ക് അനുസരിച്ച് പുള്ളിക്ക് ഒരുപക്ഷെ ചില വർക്കിനൊന്നും അത്ര അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ബ്രഹ്മയൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി പടമാണ്, പക്ഷെ അതൊക്കെ തിയേറ്ററിൽ കളക്ഷനൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഐ മീൻ കമ്പാരിറ്റീവ്ലി അത്ര പോസിറ്റീവ് കിട്ടിയിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അതിപ്പം പൊതുവെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതൊരു കാരണമാകാം. പിന്നെ എല്ലാവർക്കും ആ ജോണർ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പോൾ പൊതുവെ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുമ്പോൾ അവർ കുറച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ ഇങ്ങനെ അടിച്ചു പൊളിക്കാനും അങ്ങനെ വരായിരിക്കും. പ്രമേഹം ഒരു അടിപൊളി സിനിമ ആണെങ്കിൽ പോലും അതിപ്പം കൂടുതൽ സിനിമ ലവേഴ്സിനും സിനിഫൈൽസിനും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പടങ്ങളാണ്. ഇനി ആക്ഷൻ പടം ടെർബോ തന്നെ. ടെർബോ ഭയങ്കര ആക്ഷൻ പടമായിട്ട് വന്നതാണ്. ഇപ്പോൾ പുലിമുരുകൻ്റെ ആ ടീമൊക്കെ തന്നെയാണ് വന്നത്. ഭയങ്കര ആക്ഷൻ പടമായിരുന്നു. എന്നിട്ട് ആ ഒരു തിയേറ്ററിൽ അത്ര സ്വീകാര്യത കിട്ടിയില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതിപ്പം ചോദിച്ചാൽ അത്ര ആക്ഷൻ പടമായിട്ടും നമ്മുടെ പുലിമുരുകൻ്റെ ടീമായിട്ടും നല്ല ഫൈറ്റ് സീനും എല്ലാം ഉണ്ടായിട്ടും ആൾക്കാർ മമ്മൂക്കയുടെ പടം കാണാൻ വേണ്ടി കയറിയില്ല. അതെന്തായിരിക്കും? അത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ബേസ് ചെയ്തായിരിക്കും. എല്ലാവർക്കും ഒരുപക്ഷെ മോഹൻലാൽ ഫിലിംസിനോട് കുറച്ചുകൂടെ ഒരു ചായ്വ് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കും മമ്മൂക്കും സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ചെറിയൊരു ചായ്വ് കൂടുതൽ പലപ്പോഴും മോഹൻലാൽ പടങ്ങൾക്ക് കണ്ടുവരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കാം അതിന്. ഞാൻ എൻ്റെ പേഴ്സണലി ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ആഘോഷമാക്കിയത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫാൻസുകാരായിരിക്കും കൂടുതൽ ആഘോഷമാക്കിയത്. പക്ഷെ ഞാനൊരു മമ്മൂക്ക ഫാനാണ്. നമ്മുടെ ഈ മമ്മൂക്കയുടെ പടം ഭയങ്കര പോസിറ്റീവ് കിട്ടിയാലും തിയേറ്ററിൽ അത്ര സ്വീകാര്യത കിട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് അത് പറയുകയാണെങ്കിൽ അത് ഈ സിനിമാപരമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇപ്പം നല്ല സിനിമകളായാലും ഈ ഫാൻസ് ഫൈറ്റ് ഉണ്ടല്ലോ, അത് കാരണമാണ് ചിലപ്പോൾ ഒരു നല്ല സിനിമ. ഇപ്പം മമ്മൂക്കയുടെ നല്ല സിനിമ ആയിരുന്നു, ഇപ്പം ലാലേട്ടൻ്റെ ആൾക്കാർ കണ്ടിട്ട് അത് നെഗറ്റീവ്, എല്ലാവരും അല്ല, നല്ല കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഈ നെഗറ്റീവ് റിവ്യൂ കൊടുക്കുമ്പം അവിടെ നല്ലൊരു സിനിമ മോശമാവുകയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റും അങ്ങനെ സംഭവിക്കുകയാണ്. ചിലപ്പം ലാലേട്ടൻ്റെ നല്ലൊരു സിനിമ കണ്ടിട്ട് മമ്മൂക്ക ഫാൻസുകാർ വന്ന് ചെയ്താൽ അത് ഇതിൽ പ്രശ്നം വരുന്നത് സിനിമയ്ക്കാണ്. സിനിമ എന്നുള്ളൊരു മേഖലയ്ക്ക് ഒരു പ്രശ്നം വരും. ഇവർ നെഗറ്റീവ് റിവ്യൂ ആയിട്ടും ചിലപ്പോൾ നല്ല സിനിമയായിരിക്കും, അവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെ പേരിലായിരിക്കും അവർ ഈ നെഗറ്റീവ് റിവ്യൂ എടുക്കുന്നത്. അത് മോശം വരുന്നത് സിനിമ മേഖലയ്ക്ക്, അത് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രീനെ തന്നെ അത് ബാധിക്കും. പക്ഷേ ആ സമയത്ത് മറ്റ് ഹോളിവുഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ മാക്സിമം നല്ല സിനിമ, നല്ല സ്റ്റോറി, നല്ല എല്ലാമാണ്, നല്ല തിരക്കഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ മാക്സിമം അത് സപ്പോർട്ട് ചെയ്യും. ഇവിടെ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സിനിമകളും നമ്മുടെ അത്യാവശ്യം ജനങ്ങളെ ഏറ്റെടുക്കുന്ന സിനിമകളാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമുക്ക് പല 100 കോടി ക്ലബിൽ വരെ കയറാൻ പറ്റുന്ന അവസരം ഉണ്ടാവും. നമ്മുടെ മമ്മൂക്കയ്ക്കാണോ ലാലേട്ടനാണോ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ വരവേൽപ്പ് കിട്ടിയിട്ട് തോന്നിയിരിക്കുന്നത്? ഭയങ്കര ഓളമൊക്കെ ഉണ്ടായിട്ട് ആഘോഷമൊക്കെ ആയിട്ട് ലാലേട്ടൻ. എന്തുകൊണ്ടാണ് ലാലേട്ടൻ എന്ന് പറയാൻ? എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ലാലേട്ടനാണ്. പിന്നെ അതുകൊണ്ട് ലാലേട്ടൻ്റെ അങ്ങനെ അത്രയും അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഈ എല്ലാവരും തിയേറ്ററിലുള്ള എല്ലാവരും ഒന്നടങ്കം ആഘോഷിച്ച ഒരു പടം ഏതാ ലേറ്റസ്റ്റ് കണ്ടതിൽ? ലേറ്റസ്റ്റ് നിങ്ങൾ കണ്ടതിൽ ലൂസിഫർ ഭയങ്കര ഓളമുള്ള പടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഓളം ഇതുവരെ വന്നിട്ടില്ല. വാലിബൻ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. മമ്മൂക്കൊക്കെ ലാലേട്ടൻ്റെ അത്ര തിയേറ്റർ സ്വീകാര്യത കിട്ടില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അത്ര നല്ല പടമാണെങ്കിലും ആൾക്കാർ മമ്മൂക്കയുടെ പടം കാണില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, മമ്മൂക്കയുടെ പടവും ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അതിനെപ്പറ്റി അറിയത്തില്ല.